നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അദ്ദേഹം ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണെങ്കിൽ അത് വിജയിപ്പിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ കാശ്മീരിലൊക്കെ അത് കണ്ടതാണ്. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കാവലാൾ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ അത്രയും വളരെ ഭംഗിയായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ പ്രായത്തിൽ അദ്ദേഹം ചുറുചുറുക്കോടുകൂടി ഓടിച്ചാടി നടന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നാളെ ചൈനയിൽ വളരെ സുപ്രധാനമായ ചർച്ചകൾക്കായി അദ്ദേഹം അവിടെ ചൈനയിലേക്ക് ഇന്ന് പുറപ്പെടുമെന്ന് തോന്നുന്നു. നാളെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ മെച്ചപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, ഡോവൽ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യമല്ല ഇതുവരെ കൃത്യമായി തന്നെ നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പം ചൈനയിലേക്ക് അദ്ദേഹം തന്നെ പോകുമ്പം അതിന് കിട്ടുന്നൊരു പ്രാധാന്യം, അതായത് അത് ആഭ്യന്തര സുരക്ഷ അല്ലെങ്കിൽ അതിർത്തിയിലെ സുരക്ഷ, ഇതുമായി ബന്ധപ്പെട്ട ഒരു വിദേശകാര്യ ബന്ധത്തിനു അപ്പുറം ഒരു സുരക്ഷാ ആംഗിളിൽ ചൈനയുമായിട്ടുള്ള ബന്ധം ഇന്ത്യക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ്. പ്രതിരോധ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തിന്റെ ഇപ്പം ഒരു വിദേശകാര്യ തലത്തിലുള്ള ചർച്ചയാണെങ്കിൽ തീർച്ചയായിട്ടും വിദേശകാര്യമന്ത്രിയോ വിദേശകാര്യ സെക്രട്ടറിയോ ഒക്കെ പോയാൽ മതി. പക്ഷെ അതിലപ്പുറത്തേക്ക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, അതേപോലെ നരേന്ദ്രമോദിയുടെ മനസ്സറിയാവുന്ന മനുഷ്യൻ തന്നെ ചൈനയിലേക്ക് പോകുമ്പോൾ ചൈനയിൽ നമ്മൾ എന്തുമാത്രം പ്രാധാന്യം ഇനി കൊടുക്കും എന്നുള്ളതാണ്. ഇത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൗദിയും തുർക്കിയും പാകിസ്ഥാനും സൈനിക സഖ്യം രൂപീകരിച്ചു ഉണ്ടാക്കിയിരിക്കുന്നു. ഇതില് തുർക്കിയും ഇന്ത്യയായിട്ട് കുറച്ചു കാലമായിട്ട് തന്നെ തെറ്റിലാണ്. കഴിഞ്ഞ തവണ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള സംഘർഷ സമയത്ത് പോലും തുർക്കിയുടെ ആയുധ കപ്പൽ പാകിസ്ഥാൻ അതിർത്തിയിലെത്തുകയും പാകിസ്ഥാനെ സഹായിക്കുകയൊക്കെ ചെയ്തതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ തുർക്കി എന്ന് പറഞ്ഞാൽ ആയുധം ഉണ്ടാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഈ ഡ്രോണുകളൊക്കെ വളരെ വില കുറച്ച രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി. അപ്പം തുർക്കിയുമായിട്ട് പാകിസ്ഥാൻ കഴിഞ്ഞ തവണ തന്നെ ഒരു ബന്ധപ്പെടുന്നതിൻ്റെ സൂചനകൾ ഇന്ത്യക്ക് കിട്ടിയിരുന്നു. ഇന്ത്യ വലിയ ശക്തമായ താക്കീത് കൊടുത്തിരുന്നു. അങ്ങനെ തുർക്കി അത് നിഷേധിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് സൗദിയും കൂടെ കൂട്ടിക്കൊണ്ട്, സൗദി ഇന്ത്യയുമായിട്ട് അടുത്തിരിക്കുന്ന ഒരു രാജ്യമാണ്, അല്ല അങ്ങനെയായിരുന്നു വൈപ്പ്, ഒരു ത്രികക്ഷി കരാർ ഉണ്ടാക്കുന്നു. ഈ കരാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ 3 രാജ്യങ്ങൾ എവിടെ ആണെങ്കിലും ആക്രമിക്കപ്പെട്ട മറ്റു 2 രാജ്യങ്ങളും സഹായിക്കും എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടാണ് ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദിക്ക് പാകിസ്ഥാനെ സഹായിക്കാനുള്ള സൈനിക ശേഷിയൊന്നുമില്ല. അവിടുത്തെ ഭടന്മാരോ ഏറ്റവും രസകരമായ കാര്യം, കഴിഞ്ഞ ദിവസം ഒരു സൈനിക വിദഗ്ധൻ അദ്ദേഹം ഈ ഒരു സഖ്യം രൂപീകരിച്ചതിനെ കുറിച്ചൊരു അന്തർദേശീയ മാധ്യമങ്ങളോട് അഭിമുഖത്തിലൊരു കാര്യം പറയുന്നുണ്ട്. ഇന്ത്യയിലെ അദ്ദേഹത്തിൻ്റെ പേരം വിട്ടുപോയി. അദ്ദേഹം ഇന്ത്യയിലെ വളരെ സൈന്യത്തിലെ ഉയർന്ന പദവി വരുന്നതാണ്. അദ്ദേഹം പറയുന്നു ഈ സഖ്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല. ഇതിലൊരു വിഷയമുള്ളത് പാകിസ്ഥാനും നമ്മൾ തമ്മിൽ ശത്രുതയുണ്ട്, ശരി. തുർക്കിയിൽ നിന്ന് ഒരു കപ്പൽ ഇന്ത്യയിലെത്താൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. വഴിയിലിട്ട് നമ്മൾ മിസൈൽ അടിച്ചാൽ തീർക്കും. വരുന്ന വഴി കുറെ ആയുധങ്ങൾ കൊടുക്കാനേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ തവണ തന്നെ തുർക്കിയുടെ ആയുധങ്ങൾ പാകിസ്ഥാൻ നന്നായിട്ട് കിട്ടിയിരുന്നു. എന്നിട്ട് പോലും പാകിസ്ഥാൻ അറിയാലോ, പാകിസ്ഥാൻ ഇങ്ങോട്ട് വിളിച്ച് അഭ്യർത്ഥിക്കായിരുന്നു. പിടിക്കാൻ ഗതിയില്ലായിരിക്കുമ്പോൾ അത് ചാത്തസാധനം കൊടുത്താലും വാങ്ങിക്കും. അപ്പം സൗദിയെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യ ഇന്ത്യ എന്നൊരു വളരെ നല്ല ബന്ധമാണ്. അത് ഗൾഫ് രാജ്യങ്ങളെല്ലാം അതിന് ത്രികക്ഷി കരാർ ഉണ്ടാവുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ ചൈനയായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ചൈനയും ഇന്ത്യയുമായിട്ടുള്ള അതിർത്തിയിലെ പ്രശ്നങ്ങൾ മുതലെടുക്കുകയാണ് പാകിസ്ഥാൻ്റെ ഒരു ലക്ഷ്യം. ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കണം ആ പ്രശ്നം അങ്ങ് തീർത്തു കഴിഞ്ഞാൽ. എറണാകുളം പ്രദേശത്തിലൊക്കെ ചെറിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അവിടുത്തെ ചില സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇന്ത്യൻ മാപ്പ് ഇട്ടപ്പോൾ അത് തങ്ങളുടെ ഭാഗമാണെന്നൊക്കെ അവർ അവകാശപ്പെട്ടു എന്ന് പറയുന്നത് അതിൻ്റെ പരാതി ഉന്നയിച്ചു. മാത്രമല്ല ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ വേറെ ഒരു വിഷമുണ്ടാക്കുന്ന ഒരു അവസ്ഥ, ദലൈലാമയെ ഇന്ത്യയിൽ അമേരിക്കൻ അംബാസഡർ സന്ദർശിക്കാൻ സന്ദർശിക്കുന്നു, അങ്ങനെ എന്തോ അത് ഇങ്ങനെ ചില വാർത്തകൾ പരന്നിരുന്നു. ഇതേപോലെ രഹസ്യം കണ്ടതാണോ എന്താണെന്ന് അറിയില്ല. ഏതായാലും അക്കാര്യത്തിലൊക്കെ തന്നെ ചൈന അസ്വസ്ഥമാണ്. ഈ ഒരു സന്ദർഭത്തിൽ, നിലവിലെ സന്ദർഭത്തിൽ ഇന്ത്യ, റഷ്യ, ചൈന ഈ 3 വൻ ശക്തികൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ പാകിസ്ഥാൻ സഖ്യത്തിന് നമ്മളൊന്നും ചെയ്യാൻ പറ്റും. പാകിസ്ഥാൻ മാത്രമല്ല, അമേരിക്ക പോലെ എന്താണ് പലപ്പോഴും ട്രംപ് ചെയ്യുന്നതെന്ന് അറിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അതെ. ആ ട്രംപ് വന്നതിന് ശേഷം അവിടെ അമേരിക്കയിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇന്ത്യയെ ചീത്ത പറയാം, നാളെ ഇന്ത്യയെ സുഹൃത്തെന്ന് പറയാം. അപ്പം ഒരു ഉറപ്പില്ല. ഈ സാഹചര്യത്തിൽ കുറച്ചും കൂടെ ഉഭയകക്ഷി ബന്ധങ്ങൾ, കുറച്ച് ശക്തരായ രാജ്യങ്ങളുമായിട്ട് ഉഭയകക്ഷി ബന്ധം ഇന്ത്യക്ക് അനിവാര്യതയാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് ഡോവൽ പോകുന്നത്. ഡോവൽ അതിൽ വിജയിക്കുമായിരിക്കും. ചൈനീസ് പ്രസിഡന്റ് താമസിയാതെ തന്നെ ഇന്ത്യയിൽ അടുത്ത മാസം ഇന്ത്യയിൽ വരുന്നുണ്ട്. ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഷീ ജിൻപിങ് തന്നെ അദ്ദേഹം വരുമെന്നാണ് കരുതപ്പെടുന്നത്. വരുമായിരിക്കാം. അങ്ങനെ വന്നാൽ അത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിന് വലിയൊരു മാറ്റങ്ങൾക്ക് വഴി വയ്ക്കും. നേരത്തെ അത് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് അദ്ദേഹം ചെന്നൈയിലൊക്കെ പോയത്. നമ്മുടെ മോദിയുമായിട്ട് വലിയ ഊഷ്മളമായ ബന്ധമാണ് അന്ന് ഉണ്ടായത്, സംസാരമാണ് ഉണ്ടായത്. ഭയങ്കര അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ആ ഉച്ചകോടി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പക്ഷെ അതിനുശേഷം ആ ബന്ധം അങ്ങനെ അത്ര ഊഷ്മളമായി പോയില്ല, പല കാരണങ്ങൾ കൊണ്ട്. നമ്മളെ അരുണാചൽ വിഷയമൊക്കെ കാരണം. പക്ഷെ അതെല്ലാം ഇപ്പം കുറച്ചു കാലമായിട്ട് വളരെ
ഇന്ത്യ ചൈന അതിർത്തിയിൽ പ്രശ്നങ്ങളൊന്നും കേൾക്കുന്നില്ല. ഇല്ല, കുറേ കാലം ഒരു പ്രശ്നങ്ങളില്ല. ഇല്ല. ഇല്ല, അതാണ് സത്യം. നമ്മൾ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വേറെന്നുള്ളത്, നമ്മൾ ചൈനയും നമ്മളായിട്ടുള്ള വ്യവസായ ബന്ധങ്ങൾ, അതെ. ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്ന് എത്രയോ പേര് ചൈനയിൽ വലിയ വ്യവസായം നടത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു നല്ലൊരു ബന്ധം നമുക്കിപ്പോൾ അവിടെ ഉണ്ട്. നമ്മളും ചൈനയും തമ്മിൽ ഒരു വ്യവസായ ബന്ധമുണ്ട്. നമ്മൾ ചൈനീസ് സാധനങ്ങൾ, നമ്മുടെ ചൈനീസ് കാറുകൾ നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായി ഇപ്പോൾ ആളുകൾ വാങ്ങിയില്ലേ. ശരിക്കും പറഞ്ഞാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാശ് വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് താത്വിക അശോക രണ്ടാമതാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ന്യായമൊക്കെ പറയുമെങ്കിലും അവർക്ക് കാശ് വേണം, കാശിന് വേണ്ടിയുള്ളതാണ് അവർ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇന്ന് പഴയ ഇന്ത്യ ഒന്നുമല്ല. ഇന്ത്യ വളരെ സമ്പന്നമായ രാജ്യം. സാമ്പത്തിക എന്താണ് പട്ടികയിൽ ഇന്ത്യ ഇപ്പൊ 4ാമത്തെ ആണ് രാജ്യം. വലിയ താമസമല്ല, എത്രയോ വർഷങ്ങൾക്ക് ഇന്ത്യ ഒന്നാമതെത്തുന്നതാണ് ഇപ്പം പുതിയ വിദഗ്ധന്മാർ കണക്കൂട്ടുന്ന പോലെ. അതെ, അതുപോലും ചൈനയെ മറികടന്നുകൊണ്ട് വേണം ആ പദവിയിലെത്താൻ. അതെ, അതിന് കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വലിയൊരു ഉപഭോക്തൃ രാജ്യമാണ്. ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ ഏതൊരു വലിയ ശക്തിക്കും പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നൊരു സംവിധാനമുണ്ട്. കാര്യം സാധനങ്ങളൊക്കെ വിറ്റഴിക്കപ്പെടുന്ന പ്രധാനമായി ഇന്ത്യയിലാണ്. ഇന്ത്യയിലും ചൈനയിലുമാണ് അതിനുള്ള ജനമുള്ളത്. ജനസംഖ്യ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ജനമുള്ളത്. അത് ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയിൽ പോകുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഇവിടെയാണ് ഈ സാധനങ്ങൾ വിറ്റഴിക്കാൻ എളുപ്പം. അതിലേക്ക് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് മോദി ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉത്പാദിപ്പിക്കാൻ തുടങ്ങി, ഇവിടെ വിറ്റഴിക്കാൻ തുടങ്ങിയതോടെ ഇപ്പം മൊബൈലൊക്കെ തന്നെ പണ്ടെല്ലാം വിദേശ മൊബൈലുകളായിരുന്നു. ഇപ്പം എല്ലാം ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന വിദേശ കാറുകൾ, വിദേശ കാർ കമ്പനികളെല്ലാം ഇന്ത്യയിൽ വരികയാണ്. അപ്പം ഇന്ത്യ മാറുകയാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് ഒന്നാമതെത്താനുള്ള ഏറ്റവും വലിയ വിഭവം ജനമാണ്. ആ ജനം ഇവിടെ ഉണ്ട്. അത് പലരും ഈയിടയ്ക്ക് ഞാൻ അതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു കുറിപ്പിട്ടിരുന്നു. ഒരു കാലത്ത് നമുക്ക് രണ്ടെന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ നാട്ടിൽ ഫാമിലി പ്ലാനിങ് കൊണ്ടുവന്നു ശുദ്ധ മണ്ടത്തരായിരുന്നു എന്നാണ്. കാരണം അന്നത്തെ വേറെന്നുണ്ട്, അന്നത്തെ സാഹചര്യം വേറെയാണ്. നമുക്കന്ന് നമ്മൾ പരിമിത വിഭവങ്ങൾ ഉണ്ടായിരുന്ന ആളായിരുന്നു. നമ്മൾ വിദേശത്ത് നിന്ന് ഭക്ഷ്യ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നമുക്കിന്ന് 2 മക്കൾക്ക് വരുന്ന 4 മക്കൾ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാര്യം നമ്മുടെ രാജ്യം സമൃദ്ധമാണ്. ഇപ്പോൾ ഓണക്കാലമായി, ഇപ്പോൾ നമുക്കിവിടെ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. അത്ര പ്രശ്നങ്ങളൊന്നും സാധാരണ പലപ്പോഴും ഇത്തരത്തിലുള്ള കേരളം പോലുള്ള സംസ്ഥാനം, ഒരു കൺസ്യൂമർ സംസ്ഥാനത്ത് ഒരു ഓണം പോലുള്ള സീസണൊക്കെ വരുമ്പോൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇത്ര ഒന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ വലിയ തോതിൽ മുന്നോട്ട് കുതിക്കുകയാണ്. പ്രതിരോധ മേഖലയിൽ നമ്മൾ വലിയ ശക്തിയാണ് തെളിയിക്കുന്നത്. അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കൊപ്പം നിൽക്കുന്നതാണ്, ശക്തമെല്ലാം ഒരുമിച്ച് നിൽക്കുന്നതാണ് നല്ലത്. അതെ, അത് ഇന്ത്യയും തിരിച്ചറിയുന്നു. ഇപ്പോൾ എന്താ പറഞ്ഞാൽ ഒരു അയൽ രാജ്യമായിട്ട് എപ്പോഴും പ്രശ്നങ്ങൾക്ക് വേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് അതിശക്തരായ 2 അയൽ രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നാൽ അതിന്റെ ഗുണം ആ മേഖലയ്ക്ക് ആകെ ഉണ്ടാകും. ഇന്ത്യയും ചൈനയും ഒരുമിച്ച് നിൽക്കാത്തതിന്റെ ഫലങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഒരു സാധ്യതകളാണ് പാകിസ്ഥാൻ പലപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പാകിസ്ഥാൻ ഒന്നും സ്വന്തമായിട്ടില്ല. അവിടെ ഒന്നും ഇല്ലെന്ന്, അവിടെ ഒരു പൈസ ഇല്ല. അവിടെ ആഭ്യന്തര കലാപം, സ്വന്തം ജനങ്ങളെ വെടിവെച്ചു കൊല്ലുന്ന പട്ടാളമൊക്കെയാണ് പാകിസ്ഥാനിലുള്ളത്. അതേപോലെ മോദി സർക്കാരിന്റെയും അജിത് ഡോവലിന്റെ ഏറ്റവും വലിയ പല സ്വപ്നങ്ങളുണ്ട് ഈ അജിത് ഡോവലിന്. അതിൽ ഒരു പ്രധാനപ്പെട്ട സ്വപ്നം എന്ന് പറഞ്ഞാൽ തീവ്രവാദത്തെ അമർച്ച ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിൽ അദ്ദേഹം ഏതാണ്ട് വിജയിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഏതാണ്ട് എല്ലാ ഭീകരരും പാകിസ്ഥാനിൽ പല ആരൊക്കെയോ കൊന്നു കഴിഞ്ഞു. ആരാണെന്ന് ആർക്കും അറിയത്തില്ല. എന്തായാലും പുള്ളിയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഓരോരുത്തരായിട്ട് എങ്ങനെയോ ആർക്കും അറിയത്തില്ല, തീർന്നു കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ വേറൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ആഭ്യന്തര സുരക്ഷയായിരുന്നു. ഇപ്പൊ രാജ്യത്ത് പണ്ടൊക്കെ സ്വാതന്ത്ര്യം ദിനം എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര ഭയമാണ്. ആളുകൾ പുറത്തിറങ്ങി എവിടെ പൊട്ടും, എങ്ങനെ പൊട്ടും. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ സാധാരണ സ്വാതന്ത്ര്യത്തിന് കാശ്മീരിലൊക്കെ ഒരു 5-6 സ്ഥലങ്ങളിൽ ബോംബ് പൊട്ടുന്ന പതിവാണ്. അതേപോലെ ഞാൻ അങ്ങനെ ഉണ്ടാവണമെന്നല്ല പറയുന്നത്. രാജ്യത്തിന്റെ സുരക്ഷ 15 കൊല്ലം മുമ്പ് ഭയങ്കര നമ്മള് ബോംബ് സ്ഫോടനങ്ങൾ കേട്ട് പലപ്പോഴും ഒരു 6-7 മാസത്തിൽ ഒരു 2 ബോംബ് സ്ഫോടനങ്ങൾ ഇന്ത്യയെ നടുക്കുമായിരുന്നു. ഒരുപാട് പേര് അത്തരം സംഭവങ്ങളെല്ലാം, അതായത് ഇന്റലിജൻസിന്റെ വിജയമാണത്. ഇന്റലിജൻസിന്റെ വിജയമാണ്. ഇപ്പൊ തന്നെ അടുത്ത കാലത്ത് പാകിസ്ഥാനിലെ ഒരു പുതിയ ഗ്രൂപ്പ് ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ അവരെ മൊത്തമായിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ NIA റെയ്ഡ് നടത്തി മുഴുവൻ കേരളത്തിലുള്ള 2 പേരെ പിടിച്ചു. അപ്പൊ അതല്ല ഇന്റലിജൻസ് ഔട്ട്പുട്ടിന്റെ ഒരു ഗുണമാണ്. പ്രത്യേകിച്ച് റോയുടെ തലവനായിരുന്നു അജിത് ഡോവൽ, ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെടുന്നത്. അപ്പൊ ആ മേഖലയിൽ, അതായത് 2 മേഖലയിൽ ഡോവൽ പൂർണ്ണമായും വിജയിച്ചു കഴിഞ്ഞു. ഒന്നെന്ന് പറഞ്ഞാൽ തീവ്രവാദികളെ, വിദേശത്തുള്ള ഇന്ത്യക്കെതിരെ പോരാടുന്ന തീവ്രവാദികളെ അമർച്ച ചെയ്യുക, അതിൽ വിജയിച്ചു കഴിഞ്ഞു. 2 ആഭ്യന്തര സുരക്ഷ, അതിലും പൂർണ്ണ വിജയമാണ് ഡോവൽ. ഇനി ഡോവലിന്റെ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഡോവൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു മേഖലയാണ് കാശ്മീർ. പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന കാശ്മീർ. അതുകൂടി ഇന്ത്യയിലേക്ക് വന്നാൽ മാത്രമേ തന്റെ സ്വപ്നം പൂർണ്ണമാവൂ എന്ന് വിശ്വസിക്കുന്ന ഒരു സൂപ്പർ കോപ്പാണ് അജിത് ഡോവൽ. നമ്മളെ കണ്ണൂരിൽ ആണ് പണി തുടങ്ങിയത്. കണ്ണൂരിനെ ക്ലീൻ ആക്കി അങ്ങ് പോയതാണ്. അപ്പം അജിത് ഡോവലിന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കാശ്മീരാണ്. സമ്പൂർണ്ണ കാശ്മീർ ഇന്ത്യക്കൊപ്പം. ഇപ്പോഴും ഇന്ത്യക്കൊപ്പമാണ് കാശ്മീർ എങ്കിലും നമുക്കറിയാം കുറച്ച് ഭാഗം. പക്ഷേ പാക് അധിനിവേശ കാശ്മീരിൽ ഇപ്പൊ പ്രശ്നങ്ങളുണ്ട്. അവിടെ ദാരിദ്ര്യമുണ്ട്, അവിടെ വെള്ളമില്ല, അവിടെ തൊഴിലില്ലായ്മ രൂക്ഷമാണ്. അങ്ങനെ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സാധാരണക്കാര ജനങ്ങളെ നിരന്തരം പാകിസ്ഥാൻ പട്ടാളം വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അപ്പം
ഇതവിടെ ഒരു പ്രക്ഷോഭമായി മാറുന്നു. ഒപ്പം തന്നെ ഇന്ത്യ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇനി തീവ്രവാദ പ്രവർത്തനങ്ങൾ വല്ലതും നടന്നാൽ നമ്മൾ അതും കൂടെ പിടിച്ചെടുക്കും. കാര്യം അവിടെ ക്യാമ്പുകൾ ഉണ്ടാക്കിയാണ് ഇന്ത്യ ആക്രമിക്കുന്നത്. അതെ. അപ്പോൾ ഇന്ത്യയുടെ പ്രദേശം പിടിച്ചെടുക്കും ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് ചൈനയുടെ ഒരു നിശബ്ദത ഇന്ത്യക്ക് അനിവാര്യമാണ്. ഇന്ത്യ ചൈന ഭായി ഭായി എന്ന് പണ്ട് നെഹ്റുവും ചൗവൻലായും കൂടെ പറഞ്ഞല്ലോ. ആ നല്ല ദിവസങ്ങൾ വീണ്ടും തിരിച്ചു വരികയായിരിക്കും. എന്നാൽ മാത്രമേ ഈ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യ സമ്പൂർണ്ണ എന്താണ് രാജ്യമായി മാറണമെങ്കിൽ കാശ്മീരിന്റെ ചെറിയൊരു കുറവുണ്ട്. അവിടെ അപ്പുറത്തുള്ള കാശ്മീർ ഇങ്ങോട്ട് അപ്പുറത്തുള്ള ഇപ്പുറത്ത് തന്നെയാണ് ഉള്ളത്. പക്ഷെ അപ്പുറത്തുകാര് കൈയടക്കി വെച്ചിരിക്കുകയാണ്, ആളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച്. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഗ്ലോബലിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് ചൈനയുടെ പിന്തുണയാണ്. അല്ല, എപ്പോഴും നേരത്തെ രമേശ് പറഞ്ഞതല്ല, വമ്പന്മാരെപ്പോഴും ഒരുമിച്ചിരിക്കുന്നതാണ് ശക്തി. അല്ലാതെ ഈ ദാരിദ്ര്യം പിടിച്ച പാകിസ്ഥാനെ കൊടുത്തിട്ട് ആർക്കും ഒരു കാര്യമില്ല. അത് പാകിസ്ഥാൻ തന്നെ അല്ല, ചൈനയെ ഇപ്പൊ തിരിച്ചറിയുന്നു. ചൈന പല ഇൻവെസ്റ്റ്മെന്റ് അവിടെ നിന്ന് പതുക്കെ പിന്മാറി വരികയാണ്. എന്തായാലും ഡോവല് ചൈനയെ പോകുന്ന വലിയ പ്രതീക്ഷയാണ്. മാത്രമല്ല, ഈ ചൈനീസ് കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നതിനുള്ള കാരണങ്ങളിൽ ഒന്ന്, ഈ ബലൂചിസ്ഥാനിൽ ചൈനയ്ക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട്, ധാതു കാരണമൊക്കെ. അവിടുത്തെ ഈ ചൈനീസ് ഉദ്യോഗസ്ഥന്മാരെ നിരന്തരം തീവ്രവാദികൾ വെടിയിച്ചു വരികയാണ്. അപ്പോൾ അവർക്ക് അവിടെ അവരെ ഈ ബിസിനസ് നേരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ. പക്ഷേ ഇന്ത്യ ആണെങ്കിൽ അവർ സേഫാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ചൈനക്കാരെന്തെങ്കിലും പ്രസ്ഥാനം തുടങ്ങിയാൽ അത് ഒരു കുഴപ്പമില്ലാതെ ഭംഗിയായിട്ട് കൊണ്ടുപോകാനുള്ള സമയങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ബലൂചിസ്ഥാനിൽ ഇന്ത്യക്കാണ് കൂടുതൽ സ്വാധീനം എന്നുള്ള ഒരു വേറൊരു വശവും കൂടെ ഉണ്ട്. അപ്പോൾ ആ വശം എല്ലാം ഉപയോഗിച്ച് അവർക്ക് ഗുണകരമായി മാറും. അപ്പോൾ എന്തായാലെങ്കിലും അജിത് ഡോവലിൻ്റെ ആ നാളത്തെ ചൈനയിലെ നേതാക്കളായിട്ടുള്ള ചൈനീസ് നേതാക്കളുടെ കൂടിക്കാഴ്ചയെ ഇന്ത്യ ഏറെ പ്രത്യാശയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. എന്തെങ്കിലും ഒരു അത്ഭുതം ഇതിൽ സംഭവിക്കുമെന്ന് ഈ മേഖലയിൽ വലിയൊരു സമാധാനം കൊണ്ടുവരുന്ന തരത്തിലേക്ക് അത് മാറും.